നമസ്കാരം, എല്ലാവർക്കും ക്വിസീൻസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻകറിയായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു 4 അയല മീനും ഒരു 2 ചെറിയ നമ്മുടെ ബറാക്കൂഡ എന്ന് പറയുന്ന ഫിഷാണ്. ഇനി നമുക്ക് കുറച്ച് ചേരുവകൾ ചതച്ചിടാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കൊച്ചുള്ളി, പിന്നെ 3 നമുക്ക് ലാസ്റ്റ് വറുത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എരിവിന് ആവശ്യത്തിനായിട്ട് 4 പച്ചമുളക്. ഇവിടെ ഞാൻ ഇഞ്ചി കുറച്ച് ഏറെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൈനീസ് ഇഞ്ചിയാണ്. ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇന്ത്യൻ ഇഞ്ചി ചില സമയത്ത് അവൈലബിൾ ആകത്തില്ല, ചിലപ്പോൾ കിട്ടും, പക്ഷെ നല്ലതാവില്ല. അപ്പോൾ ഇതിന് അത്ര നമ്മുടെ നാട്ടിലത്തേൻ്റെത് ഒരു സ്ട്രോങ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതെടുത്തത്. പിന്നെ 1.5 മുറി തേങ്ങ, പിന്നെ ഞാനിവിടെ കുടംപുള്ളി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നതാണ്. ഒരു 5-6 കുടംപുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചതച്ച് ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയും കൂടെ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന ഏത് പാത്രമാണ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇവിടെ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. കാരണം ഇത് എരിയുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊച്ചു സ്പൂൺ 2 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇപ്പം നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉണ്ട് കയ്യിലെങ്കിൽ അത് നമുക്ക് ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ എരിയുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടിയല്ല ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുള്ളി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ എരിയും. കാരണം പച്ചമുളകിന് എരിയുണ്ടെങ്കിൽ മുളക് പൊടി എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ കൈ നന്നായിട്ടങ്ങ് എരിയും. സോ ആദ്യം ഈ മസാലകളൊക്കെ ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനാണ്, നമുക്കിത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ നേരത്തെ 2 ബറാക്കൂഡ ഫിഷ് എടുത്തത് ഞാൻ ഇതിനകത്ത് ചേർത്തില്ല. ഇനി ഞാൻ അയല മാത്രമേ എടുത്തുള്ളൂ, അത് ഞാൻ എടുത്തില്ല. അത് ജസ്റ്റ് ക്ലീൻ ചെയ്തതേ ഉള്ളൂ. അതും കൂടെ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോഴത്തേക്കും ഇത് 4 മീൻ നല്ല ധാരാളമായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയല മാത്രമേ എടുത്തുള്ളൂ. നന്നായിട്ട് നമ്മുടെ ഈ മസാല എല്ലാ ഭാഗത്തും, മീനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി വെക്കണം. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് നല്ല എല്ലാ ഭാഗത്തും അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതിനെ തേങ്ങാപ്പാൽ എടുക്കുന്നത് വരെ ഒരു മാരിനേഷന് പോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ 1-ാം പാലാണ്. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാനിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തേക്കുന്നതാണ്. നമുക്ക് 1-ാം പാൽ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് 2-ാം പാലും കൂടെ ആക്കിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ കല്ലുപ്പാണ് എടുത്തേക്കുന്നത്. കുറച്ച് കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ നേരത്തെ 2-ാമത്തെ പാല് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻകറി ഉണ്ടാക്കുന്ന ഏത് പാത്രമാണോ അതിനകത്ത് തന്നെ നമ്മൾ മീനും മസാലകളും തേങ്ങാപ്പാൽ തേങ്ങയുടെ 2-ാം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നല്ലോണം പാല് പിഴിഞ്ഞെടുക്കുക. നമ്മുടെ തേങ്ങയിൽ നിന്ന് നന്നായിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് സ്പൂണിൽ വെച്ചെടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ നമുക്ക് ഫുള്ള് തേങ്ങയുടെ പാല് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ അടച്ച് വെച്ചു. ഇനി ഇത് നമുക്ക് ഇളക്കട്ടെ.
അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. അത് തിളച്ചൊരു 70% നമ്മുടെ വെള്ളം വറ്റുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. കാരണം മീനൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കൂ. ഒന്നാം പാൽ ഇതാ ഞാൻ ചേർത്ത് കൊടുത്തു. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ തിളപ്പിക്കാനും പാടില്ല. ഒരുപാട് അങ്ങ് സ്പൂണിട്ട് ഇളക്കി കൊടുക്കണ്ട. നമ്മൾ ജസ്റ്റ് പാത്രം ഒന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മീൻകറി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ടല്ല ഇളക്കിയത്, ഞാൻ ജസ്റ്റ് പാത്രം തിരിച്ചാൽ കൊടുത്ത്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളി വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ബാക്കി ഞാൻ 3 കൊച്ചുള്ളിയാണ് സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 3 കൊച്ചുള്ളി, അത് ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ കറിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മീൻ കറിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതിൽ കടുകോ വേറെ ഒന്നും നമ്മൾ വറുത്തെടുക്കത്തില്ല. വെറും കൊച്ചുള്ളി മാത്രമേ നമ്മൾ വറുത്തെടുക്കൂ. കടുക് പൊട്ടിച്ച് നട്ടാൽ വേറൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, ഈ മീൻ കറി ഉണ്ടാക്കുമ്പോൾ കടുക് വറുക്കാൻ പാടില്ല, കൊച്ചുള്ളി മാത്രമേ വറുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇതിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങളെല്ലാവരും ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു സപ്പോർട്ട് ക്വിസിൻസ് ബൈ അമ്മു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വൺസ് അഗെയിൻ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.